വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ കൂട്ടുനിന്നത് അമ്മയും ഭർത്താവുമെന്ന് CBI. കേസിലെ ഒന്നാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും 2 ആഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI. കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ ഉദ്യോഗസ്ഥർ VIP പരിഗണന നൽകി. പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു. ബെഡും തലയിണയും അടക്കമുള്ള സൗകര്യങ്ങളും നൽകി. മുഖം നോക്കാൻ കണ്ണാടിയും മേക്കപ്പ് സെറ്റും അനുവദിച്ചുവെന്നും സഹതടവുകാരി സുനിതയുടെ വെളിപ്പെടുത്തൽ. അന്നത്തെ ജയിൽ DIG പ്രദീപാണ് ഷെറിന് സൗകര്യമൊരുക്കിയതെന്ന് സുനിത. പ്രദീപുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും ആരോപണം. പത്തനംതിട്ട മിത്രപുരം 40,000 പടിയിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അടൂർ 14 മൈൽ സ്വദേശികളായ അമൽ, നിഷാന്ത് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കോട്ടയം സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത്. ഒട്ടേറെ വാഹനങ്ങളും ആന നശിപ്പിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ റെസ്റ്റോറന്റിലെ പൊട്ടിത്തെറിയിൽ കടയുടമയ്ക്കെതിരെ കേസെടുത്തു. ഐഡ്ലി കഫേ ഉടമ ദീപകിനെതിരെയാണ് കേസ്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടായേക്കും. ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിമലിന്റെ സംസ്കാരം നടന്നു. മറയൂർ ചമ്പക്കാട് ആദിവാസി കുടിയിൽ ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നലെ ചിന്നാർ വനമേഖലയിൽ ഫയർ ലൈൻ തെളിക്കാനായി പോയപ്പോഴാണ് ബിമലിനെ കാട്ടാന ആക്രമിച്ചത്. 9 പേരടങ്ങുന്ന സംഘത്തിൽ അവസാനമായി നടന്ന ആളെ ആന തുമ്പിക്കൈയിൽ എടുത്ത് നിലത്തടിക്കുകയായിരുന്നു. കൊട്ടാരക്കര സദാനന്ദപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് ലോറിയുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ മരണം 4 മരിച്ചത് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബിന്ദു. സംഭവ ദിവസം മരിച്ചത് ബിന്ദുവിന്റെ അച്ഛൻ തമ്പിയും അമ്മ ശ്യാമളയും. ലോറിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയും കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. 3 ദിവസത്തെ മണ്ഡല പര്യടനത്തിന് പ്രിയങ്ക ഗാന്ധി നാളെ വയനാട്ടിൽ. രാവിലെ 9:30 കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങി മാനന്തവാടിയിലേക്ക് തിരിക്കും. രാവിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലെ UDF ബൂത്ത് തല നേതൃസംഗമങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ടോടെ കണിയാമ്പറ്റ, പള്ളിക്കുന്ന്, ലൂർദ് മാതാ പള്ളിയിലും പ്രിയങ്ക ദർശനം നടത്തും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. 70 മണ്ഡലങ്ങളിലായി മത്സര രംഗത്തുള്ളത് 699 സ്ഥാനാർത്ഥികൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് BJP. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് കെജ്രിവാളിന്റെ ആരോപണം. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നാടിനെ നടുക്കി ക്രൂര ബലാത്സംഗം. ഗർഭിണിയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് സംഭവം. 4 മാസം ഗർഭിണിയായ യുവതിയാണ് പീഡനത്തിന് ഇരയായത്. യുവതി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. പ്രതി ഹേമരാജിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസ്. രത്തൻ ടാറ്റയുടെ വിൽപത്രത്തിൽ ഇടം നേടി കുടുംബത്തിന് പുറത്തുനിന്നും മറ്റൊരാൾ കൂടി. മോഹിനി മോഹൻ മൽഹോത്രയുടെ പേരിലാണ് രത്തൻ ടാറ്റ 500 കോടി സ്വത്ത് എഴുതി വെച്ചത്. കുടുംബത്തിന് പുറത്തുനിന്ന് ടാറ്റയുടെ വിൽപത്രത്തിൽ ഇടം നേടിയ വ്യക്തികളിൽ ഒരാളാണ് മോഹിനി. ട്രാവൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയും കൂടിയാണ് ജംഷഡ്പൂരിൽ നിന്നുള്ള മോഹിനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരും ജീവനക്കാരും സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി 10 പണിമുടക്കും. പ്രൊമോഷൻ അടക്കമുള്ള അവകാശങ്ങൾ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സൂചനാ പണിമുടക്ക്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സംഘടനയായ ലീഫ്, ഓവർസിയർമാരുടെ സംഘടനയായ ഫീല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് പ്രതിഷേധ ധർണയും നടത്തും. കോഴിക്കോട് നരിക്കുനിയിൽ യുവാക്കളുടെ അപകടകരമായ യാത്രയിൽ നടപടി. വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. രൂപമാറ്റം വരുത്തിയതിനും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തതിനും 12,000 രൂപ പിഴ ചുമത്തി. കൊല്ലം അഞ്ചലിൽ MDMA കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ 3 പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ലീന ജേക്കബ്, ഇവരുടെ മകൻ റോണാക് സജു ജോർജ്, സുഹൃത്ത് ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. നടപടി കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ ഐലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. MDMA കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകിയതും ലീനയായിരുന്നുവെന്ന് പോലീസ്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയുടെ സഹായത്തോടെ കിംസ് നഴ്സിംഗ് കോളേജ് ആരോഗ്യ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. തോന്നിക്കൽ പാട്ടത്തിൽ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പരിപാടി. കുട്ടികളുടെ ആരോഗ്യ പരിശോധനയ്ക്കൊപ്പം ബാലപീഡനങ്ങൾക്കെതിരായ ബോധവൽക്കരണ നാടകവും നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു.
ഹാസ്യത്തിലൂടെ കുടവയറിന്റെ കഥ പറയുന്ന കുംഭ എന്ന ഷോർട്ട് ഫിലിമിന്റെ ടീസർ പുറത്തിറങ്ങി. നീനാസ് മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും സുദീപ് കുമാർ നിർവഹിക്കുന്നു. ക്യാമറ ഷംസുദ്ദീൻ തണ്ടില്ലം, എഡിറ്റിംഗ് ദീപു നായർ, സൗണ്ട് മിക്സിംഗ് എയിൻഡ് ഇഫക്ട്സ് ആണ് സേന സ്റ്റുഡിയോ ആണ് നടത്തുന്നത്. ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിന് സ്വർണം. കേരളം ഫുട്ബോളിൽ സ്വർണം നേടുന്നത് 3ാം തവണ. സുവർണ നേട്ടം 28 വർഷങ്ങൾക്ക് ശേഷം. ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. ഗോകുൽ എസ് ഗോൾ നേടിയത് കളിയുടെ 53ാം മിനിറ്റിൽ. പാസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.